ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അതേ നമ്മുടെ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എവിടേക്കാണ് നമ്മളുടെ ഈ യാത്രയെന്ന്. അതേ ഗൈസ്, നിങ്ങളെല്ലാം ഊഹിച്ചതുപോലെ തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം മൂന്നാറിലേക്ക് പോവാണ് കേട്ടോ. മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും എല്ലാ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്നൊന്ന് ചില്ലടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലേസാണ് കേട്ടോ മൂന്നാർ. അങ്ങനെ മൂന്നാറിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 8 പേരും കൂടെ നമ്മുടെ സ്വന്തം റിറ്റ്സിനകത്താണ് കേട്ടോ പോയിരിക്കുന്നത്. ഞെക്കി ഞെരുങ്ങിയൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. എന്നായിരുന്നാലും മൂന്നാർ എന്നുള്ള ഒറ്റ ലക്ഷ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ തിക്കും തിരക്കും ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ഞങ്ങൾ ഫുൾ പാക്കപ്പിൽ ഞങ്ങളെല്ലാവരും കൂടെ, കുഞ്ഞുങ്ങളുൾപ്പെടെ ഞങ്ങളെല്ലാവരും കൂടെ മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ വന്നാൽ നമ്മൾ തേയിലത്തോട്ടം കാണാതെ നമുക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. മൂന്നാറിൽ വന്നാൽ തേയിലത്തോട്ടം മസ്റ്റാണ്. അത്രയും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ്. ആ സമയത്ത് നല്ല നല്ല രസമായിരുന്നു കേട്ടോ. വലിയ ചൂടോ തണുപ്പോ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. തണുപ്പ് അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മഴയുടെ പോലത്തെ ഒരു കാർമേഘങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ഇപ്പോൾ മഴ പെയ്യും എന്നൊക്കെ, പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഈ ടൈമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര ഭയങ്കര സ്മൂത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. മൂന്നാർ ഏരിയ വന്നു കഴിഞ്ഞാൽ ഈ ഗുരുദേവയിൽ കയറിയിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ അതിനൊരു സമാധാനമില്ല. അങ്ങനെ അവിടെ കയറിയിട്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ പ്രാവശ്യം നമ്മൾ മൂന്നാറിൽ നിന്ന് മാറി കാന്തളൂർ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു ട്രിപ്പ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. കാരണം മൂന്നാർ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുള്ള ഒത്തിരി തവണ കണ്ടു. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഈ പ്രാവശ്യം കാന്തളൂർ ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് അവിടത്തേക്കാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഒരു അടിപൊളി റിസോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. മൊണാർക്ക് ഇന്നാണ് കേട്ടോ. നമ്മുടെ കാന്തളൂർ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് വരുമ്പോഴാണ് റിസോർട്ട്. ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല അടിപൊളി റിസോർട്ടാണ്, അടിപൊളി സർവീസാണ്. ഞങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ പൂൾ ഓപ്പൺ ആയിരുന്നില്ല കേട്ടോ. പൂളിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. പൂളൊന്ന് ഓപ്പൺ ആയതിനു ശേഷം ഒരു തവണ കൊണ്ട് ഞങ്ങളിവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇതിനകത്ത് 2 റൂമാണ്, ഇതിൻ്റെ മുകളിൽ മറ്റൊരു റൂം, അങ്ങനെ മൊത്തം 3 റൂമാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 ഫാമിലിക്ക് വേണ്ടിയിട്ട് അവിടെ 3 റൂമുകളായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ഉച്ച ടൈമാണ്. ഉച്ച ടൈം ഒബ്വിയസ്ലി നമുക്കൊരു ചെറിയ ചൂടൊക്കെ അനുഭവപ്പെടുമല്ലോ. പക്ഷേ അപ്പം നമ്മൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴേക്കും അതിനകത്ത് വലിയ തണുപ്പ് കാണുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചു എന്താ ഇങ്ങനെയാണ്. പക്ഷേ ഒരു വൈകുന്നേരം കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ നല്ല അടിപൊളി തണുപ്പാണ്, അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അടിപൊളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇവിടെ വന്നതിൽ. ഇതാണ് നമ്മളെ റൂം. ഒരു അടിപൊളി റൂമാണ് കേട്ടോ. നമുക്കവിടെ ഒരു അലമാരയുണ്ട്, ഒരു വലിയ കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ അത് അതികിടിലം ആണ് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂസൊക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട് അവിടെയൊക്കെ ആനയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മുകളിലത്തെ റൂം എന്ന് പറയുമ്പോൾ അതും ഒരു അടിപൊളി തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നു, ഒന്ന് ഫ്രഷായതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ബാത്റൂമൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്കൊന്നും പറയാനില്ല, അടിപൊളി റിസോർട്ടാണ് കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മൂന്നാർ പോകാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു റിസോർട്ട് എടുത്താൽ അടിപൊളിയാവും. ഞങ്ങളൊന്ന് ഫ്രഷായി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഒന്നൊന്നര ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ജീപ്പിൽ ഞങ്ങൾ പോയത്. ഞങ്ങൾ വലിയ ജാടയിലൊക്കെ ഇപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് കേട്ടോ ഈ ഡ്രൈവറിൻ്റെ ആ ഒരു സ്കില്ല് നമുക്ക് മനസ്സിലായത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറയുടെ ഇടയിൽ കൂടെ കുറച്ച് ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ മേളിൽ നമുക്ക് കാണാം പാറയുടെ ഇടയിലൂടെ കേട്ടോ കുറേ എന്താ പറയുക കുറേ തേനീച്ചകൾ ഇങ്ങനെ തൂങ്ങി വലിയ കൂടായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇവിടെ വരുന്നവരൊക്കെ നല്ല ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ വരാൻ. നമ്മുടെ കുറച്ച് തെന്നാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കുറേ കല്ലുകളുടെ ഇടയിലൂടെ വേണം കയറി കേട്ടോ നമ്മൾ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ അടിപൊളി ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ നമുക്ക് അനുചേട്ടനൊക്കെ കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ വണ്ടി കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകും. അതേ കണ്ടോ അവിടെ ഇങ്ങനെ തൂങ്ങി താഴോട്ട് കിടക്കുന്നുണ്ടോ, അതെല്ലാം ആണ് കേട്ടോ ഇവിടെ തേനീച്ചകളുടെ
വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ അവിടെ, ഇഷ്ടം പോലെ. അവിടെ തൊട്ട് താഴെ തന്നെ തേൻ വിൽക്കുന്നുമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് തോന്നുന്നുണ്ട് വലിയ റേറ്റാണ് കേട്ടോ, അവർ പറയുന്നത് ഭയങ്കര റേറ്റൊക്കെയാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് പോവാണ്. എല്ലാവരും പോവാണ് കേട്ടോ. നമുക്ക് പിന്നെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ട്. ഓ, അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്, കാണാൻ പറ്റുമോ അറിയത്തില്ല. ഈ പാറയിൽ ഒരുപാട് ഇങ്ങനെ അണി, അതതിൻ്റെ കോമ്പ് എന്താ പറയുന്നത്, തേനീച്ചക്കൂട് ഒരുപാടുണ്ട് കേട്ടോ. ഹണി റോക്സ് കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങുക. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം സിപ്പ് ലൈനിൽ കയറാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം അത് സ്കിപ്പ് ചെയ്തു. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ സിപ്പ് ലൈനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ആ ജീപ്പിൽ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളത് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ് കേട്ടോ കൊണ്ടുപോയത്. ഇവിടെ ആണെങ്കിൽ പുൽത്തൈലത്തിൻ്റെ ഭയങ്കരമായ ഒരു ശേഖരമുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അതിൻ്റെ ആ പുല്ലും ആ തൈലും എല്ലാം അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര വലിയ നല്ല കാറ്റൊക്കെ അടിക്കുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് പോവുകയാണെ അതിൻ്റെ അവിടെ കുറച്ച് ദൂരെയായിട്ടൊരു സ്ഥലം കണ്ടില്ലേ, അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് നമുക്ക് ഒരു വിധപ്പെട്ട നല്ല അടിപൊളി ഒരു കാന്തളൂരിൻ്റെ വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അതിനെ ലക്ഷ്യമാക്കി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കയറിയിട്ട് വീഡിയോയും ഫോട്ടോസും എടുക്കാൻ വേണ്ടി ഭയങ്കര തിരക്കാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7 പേർക്ക് മാത്രമേ അറ്റ് എ ടൈമിൽ അവിടെ നിൽക്കാവുള്ളൂ എന്ന്. പക്ഷേ 7 അല്ല കേട്ടോ, അതിൽ കൂടുതൽ ആളുകളൊക്കെ അതിൻ്റെ മുകളിൽ കയറുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഓരോരുത്തർ കുതിരയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു, സവാരി ചെയ്യിപ്പിക്കണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മളതൊന്നും ചെയ്തില്ല. ഇതാണ് പുൽത്തൈലത്തിൻ്റെ ഇത് ഒടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ലാട്ടോ വരുന്നത്. അങ്ങനെ അതിൻ്റെ പുൽത്തൈലമൊക്കെ നമുക്കവിടെ തൊട്ടടുത്ത് തന്നെ ഷോപ്പിൽ വെക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചില്ല, നമുക്ക് വലിയ ആവശ്യം തോന്നിയില്ലത്. ഓടിക്കാനൊക്കെയായിട്ട് നമ്മൾ അടിക്കത്തില്ലേ, അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന തൈലം ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത്രയും നമുക്കൊരു അത്യാവശ്യം കാന്തളൂരിൻ്റെ ഫുള്ളൊരു ഏരിയ നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ. അത് ശരിക്കും അവിടെ ചെല്ലുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് കയറണം കേട്ടോ. കയറിയിട്ട് ഈ ഒരു വ്യൂ നമ്മൾ മിസ് ചെയ്യരുത്, ഇതൊന്ന് കയറി കാണണം. ഇതൊരു അടിപൊളി അനുഭൂതിയായിരുന്നു കേട്ടോ, രസമായിരുന്നു. വരുന്നവരെല്ലാവരും ഇവിടെയും കൂടെ ഒന്ന് വരാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ദൂരേന്നൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ. പക്ഷെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്കവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ 1-2 റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിൽ കിടപ്പുണ്ട് കേട്ടോ റീൽസൊക്കെ. അതെല്ലാം കാണാത്തവരൊന്നും പോയി കാണണം കേട്ടോ. അവിടെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പുൽത്തൈലവും പിന്നെ നാരങ്ങയും എന്തൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് അങ്ങനെ അധികം പക്ഷെ ആരും വാങ്ങുന്ന നമ്മൾ കണ്ടില്ല. എല്ലായിടവും ബിസിനസ് അല്ലേ, അപ്പോൾ ആരും വാങ്ങുന്നതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ. അവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ പോയ സമയത്ത് വേറെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ആ കാഴ്ചകളൊന്നും നമുക്ക് കണ്ടിട്ട് വരാം. അമ്മൂനെ ആയുഷിനെയും പിന്നെ പൂർണ്ണമായിട്ട് ദീപണ്ണൻ അങ്ങ് ഏറ്റെടുത്ത്. ദീപണ്ണൻ്റെ കയ്യിലെ കറക്റ്റായിട്ട് അവന്മാർ ഇരിക്കത്തുള്ളൂ. ഞങ്ങളുടെ കയ്യിലാണ് ഒരുപാട് ഡിമാൻഡുകളൊക്കെ വരും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടതിന് ശേഷം അവിടെ തന്നെ ഇതുപോണക്കൊരു പുല്ല് വെച്ച് മേഞ്ഞിട്ടുള്ള ഇതുപോണക്കുള്ള ചെറിയ ചെറിയ വീട് പോണക്ക് തോന്നുന്ന കടകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്താണ് അവർ പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പം അല്ലാതെ പുൽത്തൈലം മാത്രമല്ല, അല്ലാതെ നെല്ലിക്കയും ആപ്പിളും പിന്നെ വെളുത്തുള്ളി അങ്ങനെയുള്ള പിന്നെ പാഷൻ ഫ്രൂട്ട്, അവിടെ കിട്ടുന്ന പാഷൻ ഫ്രൂട്ട് ഇതൊക്കെ അവിടെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട്. അകത്ത് അവർ പുൽത്തൈലമൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ അതൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ഒരു സ്പോട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളാ ചേട്ടൻ നമുക്കൊരു പാക്കേജ് തന്നതാണ്, 4000 രൂപയ്ക്ക് ഒരു പാക്കേജ് തന്നതാണ്. അതിൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോകും. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ അടാറ് ഡ്രൈവിംഗ് ആണ്. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ്. ആ റോഡൊക്കെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് നമുക്ക് ഒരു പല സ്ഥലത്ത് നമ്മൾ പേടിക്കും. പിന്നെ നമ്മളടുത്ത് പോയത് നിലമ്പൂർ തേക്കുംകാട്ടിൽ പോയായിരുന്നു. ഇത് നല്ല ചന്ദനമരമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഓരോ ചന്ദനമരത്തിന് നമ്പരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധപ്പെട്ടവർ ഇത്ര മരങ്ങൾ നോക്കണം, സംരക്ഷിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിയത്തില്ല. അങ്ങനെ ചന്ദനക്കാട്ടിൽ കയറി ചന്ദനത്തിൻ്റെ തണലൊക്കെ കൊണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു, നല്ല അനുഭൂതിയായിരുന്നു. ചന്ദനമരമൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും അധികമായിട്ട് ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും തോല് ആൾക്കാരൊക്കെ
ചെറുതായിട്ട് കുത്തിപ്പൊട്ടിക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ അവന്മാർ നല്ല ഇടി തരും. അതുകൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അടുത്തൊരു വ്യൂ പോയിന്റ്സിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ആ വ്യൂ പോയിന്റ് ഒരു ഭാഗമല്ല, പക്ഷേ വ്യൂ പോയിന്റിലോട്ട് പോയ ട്രാവലിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഒരു ടൈമിൽ ഇത്തരത്തിലുള്ള റിസ്കി ഡ്രൈവിംഗ്, അതായത് വണ്ടി എന്തോ പറഞ്ഞ് കളക്ടർ നിരോധിച്ചതായിരുന്നു. അതിനുശേഷം വീണ്ടും പുതിയതായിട്ട് തുടങ്ങിയതാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. രക്ഷയില്ലാത്ത വഴി 2 വീലിലാവുന്ന പോകുന്നത്, 3 വീലിലാവുന്ന പോകുന്നത്, അതോ 4 വീലിലാവുന്ന പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വണ്ടിയൊക്കെ ചരിഞ്ഞ് കിടക്കുന്നത്. നല്ല രീതിയിൽ ചരിഞ്ഞ് 45 ഡിഗ്രിയോളം എനിക്ക് തോന്നുമ്പോൾ ചരിഞ്ഞ് കിടക്കുക വണ്ടി. ശരിക്കും ഒരു ഓഫ് റൈഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. ശരിക്കും നമ്മൾ നല്ല രീതിയിൽ പേടിച്ചു കേട്ടോ. കുത്തനെയുള്ള പാറയ്ക്കകത്തൂടെയും ചരിഞ്ഞ പാറയ്ക്കകത്തൂടെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും പേടിയും നിലവിളിയും, കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചൊക്കെ താഴെ വീഴുമോ. കാരണം ഈ പാറയ്ക്കകത്തൂടെ പയ്യൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ അവനിങ്ങനെ കയറ്റി വിടുന്നത്, വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ടിരിക്കില്ലേ, നമ്മൾ അങ്ങനെ ഇരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെ നിന്ന് കയറി നമുക്കിത് ഇവിടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി കയറുന്ന കാണുന്നത് കേട്ടോ, കുലുങ്ങി നമ്മൾ നോക്കി ഇത്രയും വലിയ പാറയ്ക്കകത്തുനിന്നാണ് ഈ വണ്ടി കയറി മുകളിൽ പോകുന്നതെന്ന് ആലോചിച്ച് നോക്ക്. ശരിക്കും പറഞ്ഞു കേട്ടോ അതൊരു വലിയ അനുഭവമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ട്രിപ്പ് എന്ന് വെച്ചാൽ കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ. കുറച്ച് വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോയി ഒരുപാട് പുതിയ ഒരുപാട് കാഴ്ചകളില്ല. കാരണം ഡെയിലി നമ്മൾ എല്ലായ്പ്പോഴും പോകുന്നതൊക്കെ ഒരു 3-4 ട്രിപ്പിനേക്കാളും ഇത് ഇത്തിരി അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ഏരിയ മാറ്റിപ്പിടിച്ച് കാന്തളൂർ അത്യാവശ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ് കേട്ടോ. ഇതിനകത്ത് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ജീപ്പിൽ ഈ ഒരു സവാരി യാത്രയെന്ന് വെച്ചാൽ ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതിനകത്തോട്ട് ഇങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ പാറ ഭയങ്കര വളഞ്ഞും പൊളഞ്ഞും പേറ്റുറക്കും അങ്ങനത്തെ പാറയാണ്. അവിടെയാണ് നമ്മളെ ഇവർ കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ ഡ്രൈവർമാർ അടിപൊളിയാണ് കേട്ടോ. അവർ നമ്മളെ ഭയങ്കര സേഫായിട്ട് തന്നെയാണ് കേട്ടോ അവിടേക്ക് എത്തിച്ചത്. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും ചില നമ്മൾ വീട് പോകും, ടയർ തെറ്റി പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നമുക്ക് വരുന്നുണ്ട്. ഞങ്ങളുടെ ഓഫ് റോഡ് യാത്ര എങ്ങനെ ഉണ്ടാകുന്ന കണ്ടോ നോക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ നിൽപ്പുണ്ട്. നമ്മളിവിടെ നിന്ന് 1-2 റീലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും പേടിച്ചാണ് ഇവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ താഴ്ച അറ്റം പോയി നോക്കിയാൽ മതി കേട്ടോ. അതേ രീതിയിലുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ കുത്തിമറിയലിന് ശേഷം നമ്മൾ വന്നപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഒന്നും നോക്കിയില്ല, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി തന്നെ നമ്മൾ അവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഈ പയ്യൻ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തൊരു കടയാണ് കേട്ടോ. അവിടെ പോയിട്ട് പക്ഷേ അവിടുത്തെ സർവീസ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല അവരുടെ സർവീസ്. പക്ഷേ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളുടെ ആ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുവാണേ. അടിപൊളി റോഡായത്. പക്ഷേ ഇവർ ജീപ്പുകാരൊക്കെ ഭയങ്കര സഹകരണം, അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊക്കെ കൊടുക്കാനൊക്കെ നല്ല സഹകരണം. ഇതുപോലൊക്കെയുള്ള റോഡിൽ നല്ല സൂപ്പർ തമിഴ് പാട്ടൊക്കെ ഇട്ട് നല്ല കിടുക്കാച്ചി യാത്രയായിരുന്നു. പിന്നെ അവിടെ മൊത്തം തമിഴ് പാട്ടും, പിന്നെ മൂന്നാർ കൂടുതലും തമിഴാണ് അവർ ഉപയോഗിക്കുന്ന ഭാഷ.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തേക്കട്ടെന്ന് വെച്ച് പോയതാണ്. ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോയതാണ്, കാന്തളൂർ വാട്ടർഫാൾസ്. പക്ഷേ അങ്ങ് എത്തുന്നതിന് മുമ്പ് ഇതൊക്കെ തേച്ച് അമ്മാതിരി റോഡാണ്. ഇത് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ വേറെ വണ്ടിയൊന്നും പറ്റത്തില്ല. അണ്ണൻ കൊണ്ട് നിർത്തിയേക്കുന്നതിൻ്റെ നേര് താഴെ. പിന്നീട് നമ്മളെ കൊണ്ടുപോയത് ഈ ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ. നമ്മൾ അതിന് പറ്റിയ രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. ഏകദേശം ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ തപ്പിയെടുത്തൊക്കെയാണ് ഇട്ടത്. കാരണം ബാക്കി സ്ഥലങ്ങളിലൂടെ പോകുന്നതുകൊണ്ടേ അങ്ങനെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സല്ല ഞങ്ങൾ കവറിൽ സെപ്പറേറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതേ ആ കുത്തനെ വീഴുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല തണുപ്പും അടിപൊളി വൈബും ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് എന്നുവെച്ചാൽ മിനിറ്റ് പെട്ടെന്നാണ് കേട്ടോ ഇതിൻ്റെ ഫോഴ്സ് കൂടുന്നതും ഫോഴ്സ് കുറയുന്നതൊക്കെ വളരെ പെട്ടെന്നാണ്. ഞങ്ങൾ എന്തായാലും വലിഞ്ഞു പിടിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതാ പറഞ്ഞത്, ഈ പ്രാവശ്യം ഇനി നമ്മൾ മൂന്നാർ പോകുന്ന സമയത്ത് നിങ്ങൾ മൂന്നാർ ടൗൺ വിട്ടിട്ട് കാന്തല്ലൂർ ഭാഗത്തേക്കൊന്ന് വരും കേട്ടോ. അവിടെ കുറേ അടിപൊളി നമുക്ക് കുറേ സ്ഥലങ്ങൾ നമുക്കവിടെ കാണാനുണ്ട്. ഈ വെള്ളച്ചാട്ടം ശരിക്കും മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി വെള്ളച്ചാട്ടം. അത് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല അടിപൊളി തണുപ്പ്. കുഞ്ഞുങ്ങൾക്കൊന്നും അതിൽ നിന്ന് കയറാനേ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കേ കയറാൻ മനസ്സില്ല, അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണോ. അവരും നമ്മളെപ്പോലെ തന്നെ അത്ര അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകളും കൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. സൂപ്പർ വൈബായിരുന്നു, സൂപ്പറായിരുന്നു. നമ്മൾ മറയൂർ ചന്ദനക്കാടൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ മറയൂർ ചന്ദനക്കാട് എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പായിട്ട് ഒരു തേയിലത്തോട്ടവും അതിന് താഴെ താണ്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു അരുവിയുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാണേ. നമ്മളതാ അവിടുന്ന് ഒരു ചെറിയ വഴിയാണ്. ആ വഴിയെ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് ഇവിടെ എത്തി. ഇന്നപ്പോൾ ഈ വഴിയെ ഇനി നടന്ന് താപ്പോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ അങ്ങ് ചെല്ലുന്നത്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ ചെറിയ വഴി കയറി നമ്മളിതാ എത്തി. അവരൊക്കെ മണ്ടയ്ക്ക് നിൽക്കും. ഇതാണ് കേട്ടോ തേയിലപ്പൂവ്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. അതുപോലെ തേയിലയ്ക്ക് കായും ഉണ്ട് കേട്ടോ. അതാണ്ട് ഇതാണ് ചെറിയ കുഞ്ഞ് നാരങ്ങ മോണൊക്കെ ഇരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അതാണ്ടത് കണ്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് മറ്റൊരു അടിപൊളി സ്ഥലത്തേക്കാണ്. എവിടെയാണെന്നല്ല, ലക്കം വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. മൂന്നാർ വന്നാലുള്ളൊരു മസ്റ്റ് ട്രൈ ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഈ ലക്കം വാട്ടർഫോൾസ്. ഇവിടെ ഞങ്ങൾ സ്ഥിരം എന്നാൽ ഞങ്ങൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ലക്കം പോകാതെ ഞങ്ങൾ വരില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നൊരു സ്ഥലമാണ് ലക്കം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഫുള്ളി ഹാപ്പി ആയിരിക്കും. നല്ല എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ഒരു കുട്ടിത്തമൊക്കെ ഇവിടെ പുറത്ത് വരും കേട്ടോ. നമുക്ക് അത്ര അടിപൊളി സ്പേസാണ് കേട്ടോ ഇവിടെ. നമുക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇതിലും വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം ഒരിച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്. പക്ഷേ തണുപ്പിൻ്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും പോയി
1-2 വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷം വേണം എനിക്കൊന്ന് പോയി ഇതിനകത്തൊന്ന് ആർമാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. എല്ലാവരുടെയും വീഡിയോ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഇറങ്ങണം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ഉള്ളൊരു സാധനമാണ് കേട്ടോ. അത് കാരണം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇവർ പെട്ടെന്നൊന്ന് ഇറങ്ങിയതിന് ശേഷം വേണം എനിക്ക് ക്യാമറ ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്കൊന്ന് പോയി ഒന്ന് അടിപൊളിയായിട്ടൊന്ന് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേ അവിടുത്തെ കറക്കവും കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേ പോവുകയാണ് കേട്ടോ. നമ്മൾ വീണ്ടും നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണേ. ദേ അടിപൊളി ഒരു ക്ലൈമറ്റാണ് കേട്ടോ. ഞങ്ങളൊരു അടിപൊളി കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം വന്നു. നല്ല തണുപ്പും നല്ല അടിപൊളി സ്ഥലവും നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കോട നോക്കി എന്ത് കോടയായിരുന്നെന്നറിയാം. എന്തോ ഇത് 3 മണി എന്തോ ആയിട്ടുള്ളൂ. നമ്മൾ തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. 3 മണി എന്തോ ആയിട്ടുള്ളൂ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നോക്ക് കോട നോക്കിയേ. പിന്നെ അതേ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളൊരു അടിപൊളി റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൂപ്പറൊക്കെ വെച്ചിട്ട് അടിപൊളി കുറച്ച് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണേണ്ടതാണ്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരു അടിപൊളി മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് യാത്ര പോകാമെന്നും പറഞ്ഞാൽ ആരും ഇരിക്കരുത് കേട്ടോ. നമുക്ക് എത്ര തിരക്കുണ്ട്, എത്ര ബുദ്ധിമുട്ടുണ്ട് പൈസയ്ക്ക്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. നമ്മൾ വിചാരിച്ച ഇതെല്ലാം നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഉള്ള സമയത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. എല്ലാവരും പോവുക. ട്രിപ്പൊക്കെ പോയിട്ട് അടിപൊളിയായിട്ട് സേഫായിട്ട് തിരിച്ചു വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.